വീണ്ടും ഒരു വസന്തം കൂടി. ഭാഗം 10. രചനാ സംഭാഷണം രുദ്രപ്രിയ. വീണ്ടും ഒരാഴ്ച കൂടി കടന്നുപോയി. സത്യയുടെ നെറ്റിയിലെ ബാൻഡേജ് അഴിച്ചു മാറ്റി. ഇപ്പോൾ സ്റ്റാപ്ലർ അടിച്ച മുറിവിൻ്റെ ഉണങ്ങിയ പാട് കാണാം. എങ്കിലും തൊടുമ്പോൾ വേദനയാണ്. മാധവ, നമുക്ക് ആ നന്ദമോളുടെ വീട് വരെ പോയി കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? കരുണാകരമേനോൻ്റെ ചോദ്യം കേട്ട് മാധവനും രവീന്ദ്രനും മുഖമുയർത്തി നോക്കി. എങ്ങനെയാച്ചാ അവരോട് ഇനിയും ഇക്കാര്യം സംസാരിച്ച് ചെല്ലുന്നത്? അന്ന് നന്ദമോളുടെ അച്ഛനും അമ്മയും പറഞ്ഞത് അച്ഛനും കേട്ടതല്ലേ? അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളാണെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കൂ. അപ്പോൾ പിന്നെ അവിടെ കയറി ചെല്ലണമോ? പക്ഷേ മോൾ അവൾക്കിഷ്ടമല്ലേ മാധവ? കരുണാകരമേനോൻ നിസ്സഹായതയോടുകൂടി പറഞ്ഞു. ഇഷ്ടമാണച്ചാ, പക്ഷെ അവളെപ്പോലെ ഒരു പെൺകുട്ടിക്ക് അച്ഛനെയും അമ്മയെയും എതിർത്തുകൊണ്ട് ഒരിക്കലും ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? അറിഞ്ഞു വെച്ചുകൊണ്ട് വെറുതെ അവളെ എന്തിനാ ഒരു ധർമ്മസങ്കടത്തിലേക്ക് തള്ളിവിടുന്നത്? നമ്മുടെ സത്യയുടെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നാൽ ഉറപ്പായും അവന് മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷേ അതിനുള്ള വഴി ഈശ്വരൻ തന്നെ നമുക്ക് കാണിച്ചു തരട്ടെ. അവൻ്റെ ജീവിതത്തിൽ അവളെയാണ് ചേർത്ത് വയ്ക്കാൻ ഭഗവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആരെതിർത്താലും അത് തന്നെ നടക്കുകയും ചെയ്യും. പറഞ്ഞുകൊണ്ട് കരുണാകരമേനോൻ റൂമിലേക്ക് പോയി. പാലക്കൽ തറവാട്ടിൽ പൊരിഞ്ഞ ചർച്ച നടക്കുകയാണ്. വിവാഹ വിഷയം തന്നെ, വേറെ ഒന്നുമല്ല. നീലുവിൻ്റെ വിവാഹക്കാര്യം. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവൾ ആരോടും അധികം സംസാരിക്കാറില്ല. ഏത് നേരവും മുറിയിൽ കയറി കഥ കടച്ചിരിക്കും. അമ്മയോടും ഏട്ടത്തിയോടും പോലും അവൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിരഞ്ജനും നിർമ്മലും കൂടി ചേർന്ന് അവളുടെ വിവാഹാലോചനകളുമായി മുന്നോട്ട് പോകുന്നത്. എത്രയും പെട്ടെന്ന് നല്ലൊരാളെ നോക്കി കണ്ടുപിടിച്ച് അവളുടെ വിവാഹം നടത്തിക്കണം. ഇനിയും ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ അബദ്ധം വല്ലതും കാണിച്ചു കളയും. അച്ഛനും ആങ്ങളമാർക്കും ആ പേടി നല്ലവണ്ണം ഉണ്ട് താനും. ആ വീട്ടുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ആ പയ്യനിപ്പോൾ ഒരു പെൺകുട്ടിയെ കൂടിയേ തീരൂ. നമ്മുടെ നീലുവാണെങ്കിൽ പ്രേമം തലയ്ക്ക് പിടിച്ച് നടക്കുകയും ചെയ്യുന്നു. ഇവൾ വല്ല അബദ്ധവും കാണിച്ച് അവിടെ ചെന്ന് കയറി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ മുന്നിൽ തലയിൽ മുന്നോട്ട് നടക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തണം. അതുമാത്രമേ ഉള്ളൂ പ്രതിവിധി. മക്കൾ രണ്ടുപേരും പറയുമ്പോൾ അച്ഛനും അത് ശരിയാണെന്ന് തോന്നി. നമ്മളിങ്ങനെ ആലോചിച്ച് സമയം കളയുന്നത് എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. തങ്കമണി അപ്പച്ചിയുടെ മകൻ ശ്രാവണിന് നമ്മുടെ നീലുവിനോട് ഇഷ്ടമുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ. അവനാണെങ്കിൽ ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യുകയാണ്. അച്ഛന് സമ്മതമാണെങ്കിൽ നമുക്ക് ആ ബന്ധം ആലോചിക്കാം. കാര്യം തങ്കമണി അച്ഛൻ്റെ രണ്ടാം ബന്ധത്തിലേതാണെങ്കിലും എൻ്റെ അനിയത്തിയാണ്. പക്ഷെ ആ ബന്ധം തറവാട്ട് മഹിമയുടെ കാര്യത്തിൽ നമ്മളെക്കാൾ ഒട്ടും പിന്നിലുമല്ല. ഇപ്പോൾ കുറേ കാലമായി അകഴ്ചയിലാണെങ്കിലും ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം പറയുമ്പോൾ അവൾക്ക് 100% ഉറപ്പായിരിക്കും. അച്ഛനും ആങ്ങളമാരും പറയുന്നതൊക്കെ ഭാര്യമാർ കേട്ടുകൊണ്ടിരിപ്പുണ്ട്. അച്ഛൻ്റെ നല്ല പ്രായത്തിൽ അവളുടെ അമ്മയോടൊപ്പം ചെന്ന് ചേർന്നു. എൻ്റെ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാനും കഴിഞ്ഞില്ല. ഏകദേശം എൻ്റെ പ്രായം തന്നെയുണ്ട് അവൾക്കും. നീലവിനേക്കാൾ ഒരു 5 വയസ്സ് മൂത്തതാണ് ശ്രാവൺ. അതിൻ്റെ അനിയത്തി ശ്രാവണി. അവളിപ്പോൾ കെട്ടുകഴിഞ്ഞ് ഭർത്താവിൻ്റെ ഒപ്പം കൊച്ചിയിലാണ് താമസം. അവളിവിടെ എന്തൊക്കെയോ ബിസിനസ്സാണ്. ശ്രാവണിന് പിന്നെ നീലുവിനെ ഒരു നോട്ടം ഉള്ളത് കൊണ്ട് അവൻ ഇതുവരെ വിവാഹം കഴിക്കാതെ നിൽക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് ക്ലബ്ബിൽ വെച്ച് കണ്ടപ്പോൾ അവളുടെ വിവാഹത്തെക്കുറിച്ച് എന്നോട് സൂചിപ്പിച്ചിരുന്നു. അച്ഛൻ പറയുന്നത് കേട്ട് മക്കൾ മുഖത്തോട് മുഖം നോക്കി. അച്ഛന് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാത്തത്. പക്ഷേ ഇപ്പോൾ ഓരോന്ന് ആലോചിക്കുമ്പോൾ ശ്രാവണാണ് നീലുവിന് പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. എങ്കിൽ പിന്നെ ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഞായറാഴ്ച തന്നെ നമുക്ക് അവിടം വരെ പോകാം. എന്നിട്ട് നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. അച്ഛൻ്റെയും ഏട്ടന്മാരുടെയും കണക്കുകൂട്ടലൊക്കെ നീലു അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് എതിർക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല. സത്യയുടെ ഈ അവസ്ഥയിൽ അയാളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ആ ഓർമ്മയിൽ പോലും ഞാനില്ലെന്നതാണ് ഏറ്റവും വലിയ ദുഃഖം. എന്നാൽ സത്യയുടെ സ്ഥാനത്ത് മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിയുമായിരുന്നില്ല. തലേണയിൽ മുഖം അമർത്തി തൻ്റെ സങ്കടം മുഴുവനും കരച്ചിലാക്കി അവൾ ഒഴുക്കി വിട്ടു. അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ സുഭദ്രയെ?
രാഘവൻ നെഞ്ചും തടവിക്കൊണ്ട് സുഭദ്രയുടെ അടുത്തേക്ക് വന്നു. എന്നോടൊരു അക്ഷരം പോലും സംസാരിക്കുന്നില്ല. അങ്ങനെ ഒരാൾ ഈ വീട്ടിൽ ഉണ്ടെന്ന് പോലും അറിയില്ല. ഇപ്പോൾ നന്ദുവിൻ്റെ മുറിയുടെ വാതിൽ തുറന്ന് രമേശൻ അകത്തേക്ക് കയറി. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളുടെ നെറ്റിയിൽ പതിയെ തലോടി. ആ രമേശേട്ടനായിരുന്നോ? നന്ദു വേഗം എഴുന്നേറ്റ് കട്ടിലിൻ്റെ ക്രോസിൽ ചാരിയിരുന്നു. എന്താ മോളെ ഇത്? എന്തൊരു വേഷമാ? നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? രമേശൻ അതിശയത്തോടു കൂടി നന്ദുവിനോട് ചോദിച്ചു. എനിക്കറിയില്ല രമേശേട്ടാ, എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നുവെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എനിക്ക് വല്ലാതെ വേദന തോന്നുന്നുണ്ട്. ആ വീട്ടുകാരോടുള്ള സ്നേഹവും സിമ്പതിയുമാണ് നിനക്കിപ്പോൾ തോന്നുന്നത്. ജീവിതമാണ് മോളെ, അത് വെച്ച് കളിക്കാൻ പറ്റില്ല. സ്വയം ആരാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന് എങ്ങനെയാ മോളെ അതിനെക്കുറിച്ച് നീ ആലോചിക്കണ്ട. നാളെ ഒരു സമയം അവൻ്റെ ഓർമ്മകളിൽ നീ ഇല്ലെങ്കിൽ, ഇല്ല ഏട്ടാ, എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹം എന്നെ ഒരിക്കലും തിരിച്ചറിയാതെ ഇരിക്കില്ല. എൻ്റെ സ്നേഹം അദ്ദേഹം മനസ്സിലാക്കും. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കും. ഏട്ടൻ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് ഈ വിവാഹത്തിന് അനുവാദം വാങ്ങിത്തരണം. കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ അവൾ വിതുമ്പി. നിന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും പേറിയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സ്വരച്ചേർച്ചകൾ കണ്ടാൽ പിന്നെ ഞങ്ങൾക്ക് ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. സത്യയുടെ ഈ അവസ്ഥയാണ് ഞങ്ങളെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നത്. ആക്സിഡൻറ്റിൽ നുറുങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് സമാധാനിക്കാം. പക്ഷേ അവൻ്റെ ഓർമ്മകൾ അവനിൽ നിന്നും നഷ്ടമായില്ലേ? എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല ഏട്ടാ. എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അത് സത്യപ്രകാശിൻ്റെ ഒപ്പമായിരിക്കും. ഇന്ന് വരെ ഞാൻ ഒന്നിനു വേണ്ടിയും വാശി കാണിച്ചിട്ടില്ല ഏട്ടാ. പക്ഷേ ഇക്കാര്യത്തിൽ എല്ലാവരും എൻ്റെ ഒപ്പം നിന്നേ മതിയാകൂ. അവളോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് രമേശന് മനസ്സിലായി. എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയും, പക്ഷേ അതുപോലെ മറ്റുള്ളവർ ചിന്തിക്കണമെന്നില്ല. എന്തായാലും ഞാൻ അച്ഛനോടും അമ്മയോടും ഒന്ന് പറഞ്ഞു നോക്കാം. അവർ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. രാഘവനും സുഭദ്രയും ശിവനും കൂടി തകൃതിയായി എന്തോ ചർച്ച ചെയ്യുകയാണ്. രമേശനെ കണ്ടപ്പോഴേക്കും അവരുടെ സംസാരം നിലച്ചു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. എത്ര നിർബന്ധിച്ചാലും നന്ദു അവളുടെ തീരുമാനത്തിൽ നിന്നും മാറില്ല. കുഞ്ഞുനാൾ മുതലേ ഒരു കാര്യത്തിനും വാശി പിടിക്കാത്ത സ്വഭാവമാണ് അവളുടേത്. ഒരു കാര്യത്തിനും വാശി പിടിക്കാത്ത സ്വഭാവക്കാരിയാണ് നന്ദു. അങ്ങനെയുള്ള നന്ദു ഈ ഒരു കാര്യത്തിന് വാശി പിടിക്കണമെങ്കിൽ അവൾക്ക് അയാൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും അവളോട് തർക്കിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈശ്വരമംഗലത്തുള്ളവരുമായി സംസാരിച്ച് കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാക്കണം. അവളുടെ എടുത്തുചാട്ടത്തിന് ഒപ്പം കൂടണമെന്നാണോ നീ പറയുന്നത് രമേശ? രാഘവനും മകരെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് ഒരു കുറവും ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെയാണോ ചെറിയച്ഛ ഞാൻ പറഞ്ഞത്? അവൾ ഇതല്ലാതെ മറ്റൊരു വിവാഹത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ മനസ്സിലുള്ള പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും എൻ്റെ മനസ്സിലുമുണ്ട്. പക്ഷെ നമ്മളതെല്ലാം മറന്ന് അവളുടെ ഇഷ്ടത്തിന് കൂടെ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. ചിലപ്പോൾ എല്ലാം നല്ലതിനുമാവാം. എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല. എൻ്റെ മോൾക്ക് ഭാവിയിൽ ദുഃഖിക്കാൻ ഇടവരരുത്. എനിക്കത്ര മാത്രമേ ഉള്ളൂ. ഒരാഴ്ച അവരിവിടെ വന്നിട്ട് പോയിട്ട് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു. എന്നിട്ടും അവളുടെ മനസ്സിലിപ്പോഴും ആ കാര്യങ്ങൾ തന്നെയാണ്. നേരാവണ്ണം ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ആരോടും ഒന്നും മിണ്ടുകയോ പോലും ചെയ്യുന്നില്ല. എനിക്കിതൊന്നും കണ്ടിരിക്കാൻ വയ്യ ഭഗവതി. അവളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് നടത്തി കൊടുക്ക് രാഘവേട്ട. എൻ്റെ മോൾ സന്തോഷമായിട്ടിരിക്കട്ടെ. നമുക്കത് കാണാനല്ലേ ആഗ്രഹം. അതേടാ രാഘവ, നല്ലത് അവളുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. ഒന്നിനും വാശി കാണിക്കാത്ത ഒരു കുട്ടിയാണവൾ. പക്ഷേ ഇപ്പോൾ അവൾക്ക് എന്ത് സംഭവിച്ചോ എന്തോ. ശിവനും വ്യാകുലത മറച്ചു വയ്ക്കാതെ പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിൽ അതാണെങ്കിൽ ഞാൻ മാത്രം പിന്മാറുന്നതിൽ എന്താ തെറ്റ്? എല്ലാം അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എല്ലാവരും കൂടി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. ഞാൻ എല്ലാത്തിനും ഒരുക്കമാണ്. ഈശ്വരമംഗലം എന്ന വലിയ വീടിന് മുന്നിൽ കാർ വന്ന് നിൽക്കുമ്പോൾ രാഘവൻ താൻ ഒരുപാട് ചെറുതായി പോകുന്നത് പോലെ തോന്നി. പക്ഷേ എന്നാൽ അവിടെയുള്ളവരുടെ പെരുമാറ്റം അയാളെ അതിശയിപ്പിച്ചു കളഞ്ഞു. വളരെ സ്നേഹത്തോടു കൂടി എല്ലാവരും പെരുമാറുന്നത് കണ്ടപ്പോൾ രാഘവന് വല്ലാത്ത കുറ്റബോധം തോന്നി.